എവിടെ പോയി സുരേഷ് ഗോപി? ആശ സമയം കാണാൻ നിന്നവരും പങ്കെടുത്തവരുമെല്ലാം ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണിത്. എന്നും വന്ന് സർക്കാരിനെ കുറ്റം പറഞ്ഞും കോപ്രായത്തരങ്ങൾ കാണിച്ചും ഒന്ന് സുഖിച്ചു വരുമ്പോഴാണ് പ്രഖ്യാപനങ്ങൾ മാത്രമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞ് ആശമാർ പുള്ളിയെ ആട്ടിയോടിച്ചത്. അന്നോടിയ ഓട്ടമാണ്. കോൺഗ്രസും തങ്ങളെ കൊണ്ടാവുന്ന വിധത്തിലൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയെങ്കിലും BJPക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞുകൊണ്ട് അവർ മുൻപേ പിന്മാറിയിരുന്നു. ഈ അവസരത്തിലാണ് ആശമാർക്ക് ഞങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്, സർക്കാരാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞ് JP നദ്ദ രംഗത്ത് വന്നത്. അത് പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാമെങ്കിലും സുരേഷ് ഗോപി അടക്കം ഇതിനെ ന്യായീകരിച്ച് മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ ആശാപ്രവർത്തകർക്ക് നൽകാനുള്ള കുടിശ്ശിക മറച്ചുവെച്ച് സഭയെ തെറ്റിദ്ധരിപ്പിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്കെതിരെ പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് സന്തോഷ് കുമാർ MP. രാജ്യസഭയിൽ അവകാശ ലംഘനത്തിനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ആശാപ്രവർത്തക സ്കീമിൽ കേന്ദ്ര സർക്കാർ കുടിശ്ശിക വരുത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയെ അറിയിച്ചത്. സന്തോഷ് കുമാർ MPയുടെ ചോദ്യത്തിന് മറുപടിയായി കേരളം ഇതുവരെ വിനിയോഗിച്ച ഫണ്ടിന്റെ കണക്കുകൾ നൽകിയിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി ആരോപിച്ചിരുന്നു. എന്നാൽ JP നദ്ദ പച്ചക്കള്ളം പറഞ്ഞ് സഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ സഹിതമാണ് സന്തോഷ് കുമാർ MP അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കേരളം സമർപ്പിച്ച യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് JP നദ്ദയ്ക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2024 നവംബർ 16-ന് കേരളം സമർപ്പിച്ച ഫണ്ട് വിനിയോഗ സർട്ടിഫിക്കറ്റ് പൊതുരേഖയാണെന്നിരിക്കെ കേരളത്തെ അവഹേളിക്കാനാണ് JP നദ്ദ ശ്രമിച്ചതെന്ന് അവകാശ ലംഘന നോട്ടീസിൽ പറയുന്നുണ്ട്. 100 കോടി രൂപ കേരളത്തിന് കുടിശ്ശിക ഇനിയും നൽകാനിരിക്കെ ഒന്നും നൽകാനില്ലെന്ന പ്രസ്താവന പച്ചക്കള്ളമാണെന്നും അവകാശ ലംഘന നോട്ടീസിൽ പറയുന്നുണ്ട്. കൂടാതെ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം, വോട്ടർ പട്ടിക ക്രമക്കേട്, സ്റ്റാർ ലിങ്ക് ഉൾപ്പെടെ രാജ്യസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ശിവദാസൻ MP ആണ് മണ്ഡല പുനർനിർണയത്തിലൂടെ കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയുമെന്ന ആശങ്ക ഉന്നയിച്ചത്. ലോക്സഭയിൽ കടൽ മണൽ ഖനനം, മനുഷ്യ മൃഗ സംഘടനം ഉൾപ്പെടെ വിഷയങ്ങളും ശൂന്യവേളയിൽ പ്രതിപക്ഷ MPമാർ ഉയർത്തുകയുണ്ടായി. പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസുകൾ അധ്യക്ഷന്മാർ തള്ളിയതോടെ പലപ്പോഴും ബഹളത്തിനും പ്രതിഷേധത്തിനും കാരണമായി. അതേസമയം ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതിനായുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പിൻവലിച്ചതായി അറിയുന്നു. ആശാ വർക്കർമാർ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നാണ് സർക്കാർ അംഗീകരിച്ചത്. ഓണറേറിയം നൽകുമ്പോൾ പാലിക്കേണ്ട 10 മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ നിശ്ചിത പ്രവർത്തന മേഖല, ഇൻസെന്റീവ്, വീടുകൾ സന്ദർശിക്കൽ തുടങ്ങിയ മാനദണ്ഡങ്ങളാണ് പിൻവലിച്ചത്. ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ പൂർണ്ണമായും ലഭിക്കുകയുള്ളൂ എന്ന മാനദണ്ഡമാണ് സർക്കാർ പിൻവലിച്ചത്. കൂടെ നിന്ന് ചതിക്കാൻ നോക്കിയവരെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനിയെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കുന്നതായിരിക്കും ആശമാർക്ക് നല്ലത്.